ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നാടൻ ക്രാബ് കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ 1 കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. ആദ്യമായി ഞണ്ടിനെ നല്ലതുപോലെ വൃത്തിയാക്കി മീഡിയം പീസസ് ആക്കി വെക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പുരട്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഒരു തക്കാളി ചെറുതായി സ്ലൈസ് ചെയ്തത്, ഒരു പിടി ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, 3 പീസ് പച്ചമുളക് നീളത്തിൽ കീറിയത്, ഒരു സവാള അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില. ആദ്യമായി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ചേർക്കുക. അതിനൊപ്പം വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് വഴറ്റുക. ഇത് ഒന്ന് മീഡിയം ലെവലിൽ ഫ്രൈ ആയി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒപ്പം കറിവേപ്പിലയും ചേർക്കാം. അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഫ്രൈ ചെയ്യുക. മൊത്തത്തിൽ വഴണ്ടു വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഒപ്പം നീളത്തിൽ കീറി വെച്ചിട്ടുള്ള പച്ചമുളകും ചേർക്കാവുന്നതാണ്. ഇനിയും നല്ലതുപോലെ വഴണ്ടു വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം മൂടി തുറന്ന് മൊത്തത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മസാല ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇവ ചേർത്ത് പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രാബിനെ ചേർത്ത് ഉടഞ്ഞു പോകാതെ ചെറുതായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ശ്രദ്ധിക്കുക, പൊതുവെ പെരുംജീരകം ചേർക്കുന്ന കറികൾക്ക് നമ്മൾ സെപ്പറേറ്റ് പുളി ചേർക്കാത്തതിനാൽ മീഡിയം പീസ് കട്ട് ചെയ്തിട്ടുള്ള ഒരു തക്കാളി കൂടെ ചേർക്കുന്നു. അതിനുശേഷം അടച്ചു വെച്ച് 15 തൊട്ട് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ഫ്ലേവറിനായി കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.